ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഒരു 4-5 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഇതിലേക്ക് മാരിനേഷന് വേണ്ടിയിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ സവാളയുടെ കളറൊക്കെ നല്ല ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു 4 സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ്റെ മസാലയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ റൈസ് വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. ബിരിയാണിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ സവാള എല്ലാം നന്നായിട്ട് ബ്രൗൺ കളറിൽ ആയി വരണം. അപ്പോഴാണ് അതിൻ്റെ മസാലയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. സവാള കടിക്കരുത്. ഇനി ഇതിലേക്കൊരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണവും ഒരു 8 പച്ചമുളകും നന്നായിട്ട് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ തക്കാളിയെല്ലാം നന്നായിട്ട് അലിഞ്ഞ് വരുന്ന പരുവത്തിലാവുന്നവരെ നമ്മളിത് വഴറ്റി കൊടുക്കുക. അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഈ പരുവത്തിൽ വേണം നമ്മൾ തക്കാളി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ്. അത് ഓപ്ഷണലാണ്, നമുക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മസാലയുടെ മണമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കന് ഇതിലിട്ടിട്ട് വേവിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി നമ്മൾ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ചിക്കനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം മല്ലിയില 1 കപ്പും പുതിനയില ഒരു 1/4 കപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 4 ടീസ്പൂണ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നതിന് മുന്നെയാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ വേറെ വെള്ളമൊന്നും
ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ ചിക്കൻ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ തന്നെ അതിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചിക്കനും തൈരും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളി കുറവായതാണ് തൈര്, അതുകൊണ്ടാണ് നമ്മൾ ഒരു ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അര മുറി ചെറുനാരങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഇതിന് മുന്നേ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കനിലേക്ക് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ മതി നമ്മുടെ ചിക്കന് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെയ്യിലാണ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ഊറ്റിയിട്ടല്ല അരി വേവിച്ചെടുക്കുന്നത്, വറ്റിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എല്ലാ സ്പൈസസും ഇട്ട് കൊടുക്കുകയാണ്. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, തക്കോലം എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയുടെ കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്, അഥവാ 3 ഒരു വലിയ സൈസ് ഗ്ലാസ്സിൽ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ്. അപ്പോൾ അത് നമ്മൾ നല്ല തീ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കൂട്ടി വെക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് നന്നായിട്ട് വറുത്ത് കൊടുക്കുക. എന്നാലിങ്ങനെ റൈസ് ഒട്ടി പിടിക്കില്ല. അപ്പോൾ നമ്മൾ റൈസൊക്കെ നന്നായിട്ട് വറുത്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സെയിം ഗ്ലാസ് തന്നെ നമ്മൾ വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ റൈസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കൻ്റെ മസാലയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ദം ചെയ്തെടുക്കണം. അപ്പോൾ പല സൈഡിലും പല വിധത്തിൽ നമ്മൾ ചിക്കൻ്റെ ബിരിയാണി തയ്യാറാക്കി എടുക്കും. നമുക്ക് റൈസ് ഊറ്റിയിട്ടിട്ട് വേണമെങ്കിലും ബിരിയാണി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ മസാലയിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ചിക്കൻ മസാലയിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളത്തോടുക്കനെ വേണം. അപ്പോഴാണ് അത് റൈസിലേക്ക് പിടിച്ചിട്ട് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കൊടുക്കും. ഇനി നമ്മൾ റൈസ് ഇതിൻ്റെ മുകളിൽ ലെയറായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ലെയർ റൈസ് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല തൂവി കൊടുക്കുക. ഒരു പിഞ്ച് എന്നൊക്കെ പറയുന്ന കണക്കിൽ ഒന്ന് തൂവി കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ചിക്കൻ മസാലയിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ മസാല താഴെയും റൈസ് മുകളിലും അങ്ങനെയാണ് ഈ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത്. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ലെയർ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ലെയറും കൂടെ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. ആദ്യം റൈസ് മുകളിൽ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല തൂവി കൊടുക്കുന്നു. പിന്നെ മല്ലിയിലയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ റൈസ് രണ്ടാമത്തെ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗീ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്.
അത് നമ്മുടെ ഒരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ റൈസൊക്കെ നന്നായിട്ട് ഗീയൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ടാവും. ഇപ്പം നമ്മുടെ എല്ലാ റൈസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ അടപ്പ് വെച്ചിട്ട് എന്തെങ്കിലും കനമുള്ളത് മുകളിൽ കയറ്റി വെക്കുക. അങ്ങനെയാണ് ഞാനിത് ദം ചെയ്ത് എടുക്കുന്നത്. എന്നിട്ട് ഒരു 15 മിനിറ്റ് ചെറിയ സിമ്മിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ദമ്മ് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ നല്ല ആവിയൊക്കെ വന്നിട്ട് നമ്മളെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു സാലഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല പുതിന ചമ്മന്തിയുടെ കൂടെയോ അല്ലെങ്കിൽ നല്ല അച്ചാറുടെ കൂടെയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.